ഇപ്പോൾ ദർശനത്തിലേക്ക് പോകുമ്പോൾ നാലമ്പല ദർശനം തുടരുകയാണ്. നമുക്കറിയാം ഇന്നത്തെ ദർശനം അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. നാലമ്പലങ്ങളിൽ ഭക്തർ മൂന്നാമത് ദർശനം നടത്തുന്ന ഭരതസ്വാമിയുടെ സന്നിധി. വിവിധങ്ങളായ വഴിപാടുകളും പൂജകളും കൊണ്ട് വ്യത്യസ്തമാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. കോട്ടയത്തെ നാലമ്പലങ്ങളിൽ ഭക്തജനങ്ങൾ മൂന്നാമത് ദർശനം നടത്തുന്ന ഇടത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം ഈ നാടിനെ ഒന്നാകെ സംരക്ഷിക്കുന്ന സംഗമേശന്റെ മണ്ണ്. ജ്യേഷ്ഠനായ രാമനോടുണ്ടായിരുന്ന സഹോദര സ്നേഹം, അയോധ്യയുടെ രാജാവാകാൻ അവസരം ലഭിച്ചിട്ടും രാമപാദുകത്തെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് ഭരണം നിർവഹിച്ച് രാജ്യത്തോട് കാണിച്ച പ്രതിബദ്ധത, രാമായണത്തിലെ നീതിമാൻ എന്ന് ഭരതസ്വാമിയെ വാഴ്ത്താനുള്ള കാരണവും ഈ സവിശേഷതകൾ തന്നെയാണ്. തന്നിൽ വിശ്വാസമർപ്പിച്ച് മുന്നിലെത്തുന്ന ഭക്തരോടും അതേ കരുതലും പ്രതിബദ്ധതയും തുടരുന്ന ഭരതസ്വാമി വാണരുളുന്ന പുണ്യഭൂമിയാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. കോട്ടയത്തെ നാലമ്പലങ്ങളിൽ ഭക്തർ മൂന്നാമത് ദർശനം നടത്തുന്ന ഇടമാണ് ഇവിടം. കൂടപ്പുലത്ത് നിന്ന് 5 കിലോമീറ്റർ മാറി അമനകരയിലാണ് ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുന്നുകളുടെ ഇടയിൽ താഴ്ന്ന ദിക്കായതുകൊണ്ടാണ് അമനകര എന്ന പേര് ലഭിച്ചതെന്നാണ് ഭൂമിശാസ്ത്ര നിഗമനം. ഭരതകരയാണ് അമനകരയായി മാറിയതെന്നും പറയുന്നു. പടിഞ്ഞാറ് ദർശനമായി ശ്രീ ഭരതസ്വാമി അനുഗ്രഹം ചൊരിയുന്നു. കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ നാലമ്പലങ്ങളിൽ ഒന്നാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1000-ലേറെ വർഷം പഴക്കമുണ്ടെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം കൊടുക്കാവുന്ന തരത്തിൽ പടിഞ്ഞാറ് ദർശനമായിട്ടിരിക്കുന്ന മൂർത്തിഭാവമാണുള്ളത്. കൂടൽമാണിക്യം കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിലെ കൂടൽമാണിക്യമെന്നറിയപ്പെടുന്ന മഹാക്ഷേത്രമാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ ദർശനക്രമം അനുസരിച്ച് രാമപുരത്ത് ശ്രീരാമസ്വാമിയെയും കൂടപ്പുലത്ത് ലക്ഷ്മണസ്വാമിയെയും ദർശനം നടത്തിയതിന് ശേഷമാണ് അമനകരയിൽ ഭരതസ്വാമിയെ ദർശനം നടത്തുന്നത്. ഇത് മൂന്നാമത്തെ ക്ഷേത്രമാണ്. 4ാമത് ശത്രുഘ്നസ്വാമിയെ ദർശനം നടത്തിയതിന് ശേഷം വീണ്ടും രാമപുരത്ത് ദർശനം നടത്തുമ്പോഴാണ് രാമപുരത്തെ നാലമ്പല ദർശനം പൂർത്തിയാകുന്നത്. ആദ്യകാലത്ത് 5 മനകളുടെ വകയായിരുന്ന ഈ പ്രദേശവും ക്ഷേത്രവും ഐമനകര എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു എന്നും പറയുന്നു. കാലാന്തരത്തിൽ ഈ പേര് ലോപിച്ച് അമനകരയായി എന്നാണ് വിശ്വാസം. ഇതിൽ 2 മനകൾ അന്യം നിന്നു പോവുകയും പിന്നീട് ക്ഷേത്രഭരണം അവശേഷിച്ച 3 ഇല്ലങ്ങളായ പുനം, പുതിയേടം, താമരമംഗലം എന്നിവരിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു. നിത്യവും 3 പൂജകളുള്ള ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശം തൃപ്പൂണിത്തറ പുലിയന്നൂർ ഇല്ലക്കാർക്കാണ്. പ്രധാന ക്ഷേത്രത്തിന് മുന്നിൽ അതീവ പ്രാധാന്യത്തോടെ ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഇതോടൊപ്പം ശ്രീ ഗണപതി, യക്ഷി, നാഗരാജാവ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. മഹാവിഷ്ണുവിന്റെ 4 കരങ്ങളിലെ ശംഖ്, ചക്രം, ഗദാപത്മങ്ങളിൽ ഭരതസ്വാമിയുടെ പ്രതീകം ശംഖാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ശംഖുപൂജയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഒപ്പം ഉണ്ണിയൂട്ടും നടന്നുവരുന്നു. ശ്രീരാമദേവന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച രാജ്യം ഭരിച്ച രാമായണ സന്ദർഭത്തെ അനുസ്മരിച്ച് ക്ഷേത്രത്തിൽ പാദുക പൂജയും നടന്നുവരുന്നു. ശംഖുപൂജയാണ് അമനകര ശ്രീ ഭരതസ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. അതിനൊപ്പം തന്നെ പിതൃപുണ്യം തേടിക്കൊണ്ട് ഇവിടുത്തെ തീർത്ഥക്കുളത്തിൽ മീനൂട്ടും നടത്തി വരുന്നുണ്ട്. ഈ തീർത്ഥക്കുളത്തിൽ തന്നെയാണ് രാമപുരം ശ്രീരാമസ്വാമിയും അതുപോലെ തന്നെ ഭരതസ്വാമിയും ആറാടാറും. കർക്കടകം 1 മുതൽ തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഭക്തജനങ്ങൾ നാലമ്പല ദർശനത്തിനായി അമനകരയിലെത്തും. അന്നദാനം ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി ക്ഷേത്രം തയ്യാറാണ്. ദശരഥപുത്രന്മാരുടെ ക്ഷേത്രങ്ങൾ ഒന്നിച്ച് ദർശനം നടത്തുന്നത് ഒരു തവണ സമ്പൂർണ്ണ രാമായണ പാരായണം ചെയ്യുന്നതിന് തുല്യമെന്നാണ് വിശ്വാസം. മേടമാസത്തിലെ അനിഴത്തിന് കൊടിയേറി തിരുവോണത്തിന് ആറാട്ടോടുകൂടി സമാപിക്കുന്ന 6 ദിവസത്തെ ഉത്സവവും കർക്കടക മാസത്തിലെ നാലമ്പല ദർശനവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. മറ്റു വിശേഷ ഹൈന്ദവ ആഘോഷങ്ങളും ആചാരങ്ങളും പ്രൗഢഗംഭീരമായി തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്നു.
നാലമ്പലങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേത്രാചാരങ്ങളുടെ സംരക്ഷണത്തിനുമായി സമ്പൂർണ്ണ വികസന പദ്ധതി അനിവാര്യമാണ്. അതിനായുള്ള ശ്രമങ്ങളും നടന്നുവരുന്നു. കേന്ദ്ര സർക്കാർ സഹായത്തോടെ അത് സാധ്യമാകും എന്ന് തന്നെയാണ് തദ്ദേശീയരുടെ പ്രതീക്ഷ. 1500-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് കരുതപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലും നമസ്കാര മണ്ഡപത്തിലും കേരള വാസ്തുകലയുടെ സമ്പൂർണ്ണ സമ്മിശ്രണം കാണാം. രാമപുരം കൂത്താട്ടുകുളം വഴിയിലാണ് ഭരതസ്വാമിയുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 5:30 മുതൽ 12:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയുമാണ് ദർശന സമയം.